സുഹൃത്തുക്കളെ, സബിത എന്ന് പറയുന്ന സബിത സവരിയ എന്ന് പറയുന്ന 50 വയസ്സോളം പ്രായമുള്ള സ്ത്രീ ഈ ഹണി റോസ് വിഷയത്തിൽ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട് ഫേസ്ബുക്കിൽ. വളരെ ശ്രദ്ധേയമായൊരു കുറിപ്പാണ് അത്. ആ കുറിപ്പ് ഞാൻ വായിക്കുന്നതിന് മുമ്പ് പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയാം. കാരണം അതിനകത്തൊരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവർ ആ വിഷയങ്ങളെ വളരെ ആധികാരികമായി വളരെ കൃത്യമായി പിന്നെ വിലയിരുത്തുന്നുണ്ട്. സാമൂഹിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ല ചുമ്മാ കിടന്ന് ഈ അടുക്കളയ്ക്കകത്ത് മാത്രം ഇരിക്കുന്ന പെണ്ണുങ്ങളെ മാതിരിയല്ല, ലോകവിവരമുള്ള, ലോകം കണ്ട് പരിചയമുള്ള, സംഗീതത്തെ സ്നേഹിക്കുന്ന, അങ്ങനെ പിന്നെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഈ സബിത. എന്തായിരുന്നാലും സബിത സഹരിയുടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പോച്ച എന്ന് പറയുന്നത് എന്തോ വലിയ പുലിയാന്ന് കണ്ടിരിക്കുകയായിരുന്നു. ഇത് പോച്ചയൊന്നുമല്ലെന്നേ, ഇത് ഈ സംഭവം കടുവ ഇനത്തിൽപ്പെട്ടതാണ്. കടുവയുടെയും പിന്നെ പുലിയുടെയൊക്കെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് പൂച്ചയും. ഇത് വെറും പൂച്ചയാ, പോച്ചയല്ല, പൂച്ചയാ. കോടതിയിൽ ജാമ്യമില്ല എന്ന് കേട്ടപ്പോഴത്തേക്ക് തളർന്നു വീണു. എടോ, ഞാൻ ഈ കേരളത്തിൽ 2013 കേരളത്തിൽ മഞ്ചേരി സബ് ജയിലിൽ ഒരാഴ്ച റിമാൻഡിൽ കഴിഞ്ഞതാണ്. ഗൾഫിൽ 2016 മെയ് മാസം 11 തൊട്ട് 17 വരെ 7 ദിവസം റിമാൻഡിൽ കഴിഞ്ഞതാണ്. അല്ല, ജയിലിൽ കഴിഞ്ഞതാണ്. റിമാൻഡ് അല്ലായിരുന്നു. അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുക. അത് ചെയ്യാത്ത തെറ്റിലാണ്. നിയമപരമായിട്ട് നീങ്ങാൻ നിന്നപ്പോൾ പിന്നെ വക്കീലന്മാരെല്ലാം പറഞ്ഞു, ഡിസ്കവറി ചെയ്തു. അവർ പറഞ്ഞു സർക്കാരുമായിട്ട് പിന്നെ പ്രത്യേകിച്ചും രാജഭരണം നിൽക്കുന്ന രാജ്യത്ത് ഇസ്ലാമിക നിയമങ്ങൾ മാത്രമുള്ളിടത്ത് അവിടുത്തെ നേരുന്നെറിയൊന്നും കിട്ടില്ല, അതിന് നിൽക്കണ്ട, മെനക്കണ്ട എന്ന് അവിടുത്തെ അറിയപ്പെടുന്ന അഭിഭാഷകരായിട്ടുള്ള KMCC ഒക്കെ പ്രവർത്തകരും ബാക്കിയുള്ളവരൊക്കെ ഉപദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതിനൊന്നും നിൽക്കാതെ എങ്ങും കയറിപ്പോന്നു. മാസം 5 ലക്ഷത്തോളം രൂപ വരുമാനമുള്ള സമയത്താണ് കയറിപ്പോരുന്നത്. ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ്. അതും പ്രൊമോഷൻ കിട്ടി 6 മാസം തികഞ്ഞില്ല. ആ സമയത്താണ് വെയർ ഹൗസ് മാനേജറായിട്ട്. ഓക്കെ, ഇവൻ്റെ ഈ 1000 ഏക്കർ റിസോർട്ട് ഉണ്ടല്ലോ, തോട്ടം, എസ്റ്റേറ്റ്, അവിടെ നിന്നാണല്ലോ പിടിച്ചത്. അതിനെക്കുറിച്ച് പോലും പ്രത്യേകമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്രയും ഭൂമി എങ്ങനെ അവന് കയ്യിൽ വെക്കാൻ പറ്റുന്നു? ഭൂപരിഷ്കരണ നിയമം നടപ്പിലായ കേരളത്തിനകത്ത് ഒരാൾ, സ്വകാര്യ വ്യക്തിക്ക് ഇത്രയും ഭൂമി എങ്ങനെ കയ്യിൽ വെക്കാൻ കഴിയുന്നു എന്നുള്ളത്. വേറൊന്ന്, ഇവൻ ഈ നോൺ വെജ് ജോക്സ് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ജോബിൻ ജോൺ, അവൻ പിന്നെ വളരെ മിടുക്കനായിരുന്നു. IAS ട്രൈ ചെയ്തെങ്കിലും പിന്നീട് അത് പിന്നെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ പല സർവീസിൽ കയറി. ഒരു ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ പിന്നെ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. അന്നും മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അവൻ ജോലി ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അവനെ തിരിച്ച് അവിടെ തന്നെ ട്രാൻസ്ഫർ വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വരെ നടത്തിയിരുന്നു. അത്രയും ചെറുപ്പക്കാരനുമാണ്. ബിലോ 40 ആണ് അവൻ്റെ ഏജ്. വളരെ മിടുക്കനായിരുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം. ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. അന്നേ ഞങ്ങൾ പുസ്തകങ്ങളെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും ഒക്കെ എന്നോട് സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ തിരുവനന്തപുരത്ത് നല്ല ഉയർന്ന ജോലിയിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ഭാര്യ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ യാദൃശ്ചികമായിട്ട് സംസാരിക്കാനിടയായി. ഇപ്പോൾ ഈ 8 വമ്മൂഞ്ഞുണ്ടല്ലോ, ആർക്ക് ഗർഭമുണ്ടായാലും അത് എൻ്റേതാന്ന് പറഞ്ഞ് നടക്കും. ഇയാൾക്കതിനുള്ള ശേഷിയില്ല. വൈക്കം ബഷീറിൻ്റെ കഥാപാത്രമാണ്. വൈക്കം ബഷീറിൻ്റെ ഒരു കഥാപാത്രത്തെ ആരും മറക്കില്ല. 8 വമ്മൂഞ്ഞിനെ ആയാലും മുച്ചൂട്ടുകാരൻ്റെ മകളെ ആണെങ്കിലും പൊൻകുരിശ് തോമയാണെങ്കിലും ഒക്കെ പൊതുവിലുള്ള കഥാപാത്രങ്ങളാണ്. പാത്തുമ്മയാണെങ്കിലും ഒന്നും ആരും മറന്നുപോകില്ല. മജീദിനെ, സുഹ്റയെ ആരും മറക്കില്ല. അതാണ് ബഷീറിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ബഷീറിൻ്റെ 8 വമ്മൂഞ്ഞ് പിന്നെ ഏതോ അതിലത്ത് പാറുവിന് ഗർഭമുണ്ടായിരുന്നോ, ഏതോ പേര് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ പേരുകൾ. അപ്പോൾ അത് നമ്മളാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നിലും നമ്മളുണ്ടാക്കി നമ്മളൊട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ പശുവാണ് പ്രസവിച്ചത്. അങ്ങനെ വീരവാദം പറയുന്ന ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈംഗിക ശേഷിയില്ലാത്ത പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ പിന്നെ ഈ ഉദാഹരണക്കുറവ് പിന്നെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം ഒക്കെ കാരണം ഉണ്ടാവുന്നവർ ഈ നോൺ വെജ് ജോക്സിലാണ് ഇവർ ആത്മരതി അണയുന്നത്, ഇവരുടെ ഓർഗാസം കിട്ടുന്നത്, ഇവരുടെ രതിമൂർച്ച അനുഭവപ്പെടുന്ന അവിടെയാണ്. ഇപ്പോൾ കുട്ടേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ച സിനിമയ്ക്കകത്ത് ശ്രീനിവാസനാണെന്ന് തോന്നുന്നതിൽ പിന്നെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്നത്, സന്തോഷകചാരിയായിട്ട്. അത് ഗംഭീര സ്ക്രിപ്റ്റാണ് ഇത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച്. ഇയാൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ആരുമായിട്ടും പ്രണയമില്ല, ആരുമായിട്ടും സെക്സും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയും സ്ത്രീകളെടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ പിന്നെ വല്ല പ്ലംബിങ്ങിലോ ബാക്കിയുള്ളവരെ പോയതായിരിക്കും എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ചതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വല്ല വേർത്ത് കുടിച്ച് വരുന്ന പോലെ ഇങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കുക. അതായത് അവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നം ഈ പൂച്ചയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂച്ചയ്ക്ക്
ഈ ശേഷിക്കുറവ് കൊണ്ടാണോ ഇത്തരം തമാശകളിൽ, അങ്ങനെയുള്ളവരാണ് ഇത്തരം നോൺ വെജ് ജോക്സ് പറഞ്ഞ് അതിൽ അഭിരമിച്ച് ആത്മരതി അണയുന്നത് എന്നുള്ളത് ഒരു പൊതുവിലുള്ള അവസ്ഥയാണ്. എന്തായിരുന്നാലും നമുക്ക് ആ വിഷയം വിടാം, പോച്ചയെ വിടാം. പോച്ചയെക്കുറിച്ച് സബരിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ഹണി റോസിന്റെ ആകാര സൗഷ്ഠവമാണല്ലോ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കേരളക്കരയ്ക്ക് ഉണർവും ഉന്മേഷവും പകർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ കമന്റുകൾ ഇട്ട് അറമാദിക്കുന്നവരിൽ ഒരാൾക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ കിട്ടി. ഹണി റോസ് നിതംബം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ആരോപണങ്ങളാണ് ഭൂരിഭാഗം സ്ത്രീകളുടെയും അഭിപ്രായമായി കാണാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കണം, അത് നോട്ട് ദ പോയിന്റ്. പണ്ടത്തെ മലയാള സിനിമയിൽ ഷീല, ജയഭാരതി, ശാരദ, വിജയശ്രീ എന്നീ നടിമാരുടെ വസ്ത്രധാരണത്തിൽ ഹണിയുടേതിനേക്കാൾ മനോഹരമായി നിതംബവും മാറിടവും നമുക്ക് കാണാൻ കഴിയും. ശ്രീവിദ്യ, ശ്രീവിദ്യ ഇവിടെ പരാമർശിച്ചിട്ടില്ല. കനകലത, എന്തിനേറെ അടുത്ത കാലത്ത് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഉഷ, ഇവരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. സീനത്ത്, കെ.ടി. മുഹമ്മദിന്റെ ഭാര്യയായിരുന്ന സീനത്തിനൊക്കെ അത്തരം വേഷങ്ങൾ തന്നെയാണ് കൊടുത്തിരുന്നത്. ബ്രാക്കറ്റിൽ അവർ നിതംബവും മാറിടവും മനോഹരമായി നമുക്ക് കാണാൻ കഴിയും ഹണിയുടേതിനേക്കാൾ. അതുമാത്രമല്ല, ഇറക്കം കുറഞ്ഞ മുണ്ടും ബ്ലൗസും ഇട്ട് അവർ നടക്കുമ്പോൾ അല്പം വയറും കൊഴുത്തുരുണ്ട കാലുകളും കൂടി കാണാം. അങ്ങനെയാണല്ലോ, ഇവിടം വരെ ആയിരിക്കും ഈ ബ്ലൗസ് ഉണ്ടാകുക. പിന്നെ മുണ്ട് പരമാവധി എത്രത്തോളം ഇറക്കി കൊടുക്കാമോ അങ്ങനെ ഇറക്കി അരയിൽ കൊടുക്കും. എത്രത്തോളം പൊക്കി കെട്ടാമോ അത്രത്തോളം കാലിൻ്റെ മുട്ട് വരെ പൊന്തിച്ചു വിടും. അങ്ങനെയാണ് അവർ വേഷം. ഇപ്പോൾ ജയഭാരതിയുടെ മറ്റേ രതി നിർവേദം ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ടാൽ മതി. അത് രണ്ടാമത്തെ അതിൻ്റെ റീമേക്കിനൊന്നും അത്രയും രസം കിട്ടിയിട്ടില്ല. സിനിമയുടെ ലിസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരാം എന്ന് ആ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ സിനിമയിലല്ലേ, അതിപ്പോൾ ഉദ്ഘാടനമാണല്ലോ വിഷയമല്ലേ. സിനിമയിൽ ഇതാവാം, ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് പാടില്ല. ചോദിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ട് എന്തിനാണ് ഈ വ്യവസായികൾ ഉദ്ഘാടനത്തിന് അവരെ തന്നെ വിളിക്കുന്നത്? ഈ വ്യവസായികളുടെ വീട്ടിൽ സ്ത്രീജനങ്ങളൊന്നുമില്ലേ ഇതിനൊരു തടയിടാൻ? എന്തൊരു വ്യത്യാസം? സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ലേ വിളിക്കണേ? ഇവർക്ക് വല്ല മതപുരോഹിതന്മാരെയോ ഭരണപരിഷ്കർത്താക്കളെയോ വിളിച്ചാൽ പോരെ? അതുമല്ലെങ്കിൽ നെൽക്കതിർ പോലെയുള്ള നടിമാരും ഉണ്ടല്ലോ നമുക്ക്, വളരെ മാന്യമായി വസ്ത്രം ധരിക്കുന്നവർ, അതൊരു പുച്ഛത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ വിളിക്കാമല്ലോ. അതിന് ആൾ വരില്ലാന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ നമ്മളെ ബോളിവുഡിലെ പേര് കിട്ടുന്നില്ല, ട്രെയിനൊക്കെ അടിച്ചു പോയി തോന്നുന്നുണ്ട്, ഫ്യൂസ് പോയി തോന്നുന്നുണ്ട്. അവർ വന്നപ്പം എറണാകുളം നഗരം സ്തംഭിച്ചു പോയി, ഗതാഗത കുരുക്ക്. സണ്ണി ലിയോൺ വന്നപ്പം അതാണ് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം. വളരെ മാന്യമായി വസ്ത്രം ധരിക്കുന്നവർ, അവരെ വിളിക്കാമല്ലോ. പറ്റില്ലല്ലോ അല്ലേ? അവരെയൊക്കെ വിളിച്ചാൽ വീട്ടുകാരും കുടുംബക്കാരും അല്ലാതെ ആ പഞ്ചായത്തിൽ നിന്ന് പോലും ഒരാളും വരില്ലല്ലോ. അപ്പോൾ എങ്ങനെ പബ്ലിസിറ്റി ആൻഡ് മാർക്കറ്റിംഗ് നടക്കും? ഉദ്ഘാടനങ്ങൾക്ക് ഹണി വരുമ്പോൾ തിങ്ങിക്കൂടുന്ന പുരുഷന്മാർക്ക് വീട്ടിൽ പെങ്ങന്മാരോ ഭാര്യമാരോ അമ്മമാരും ഒന്നും ഉണ്ടാകില്ലേ? അങ്ങോട്ട് പോകരുത്, അവരെ കാണരുത്, അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. കറക്റ്റാണ് ചോദ്യം. ഇപ്പം വന്നിട്ട് ഇവിടെ വന്നിട്ട് സദാചാരം പ്രസംഗിക്കുക, കാണാൻ പോയവനൊക്കെ തിരക്ക് പിടിച്ച് കിട്ടുന്ന വണ്ടിക്കൊക്കെ കയറി നോ പാർക്കിംഗ് ഉള്ളടത്ത് പണ്ട് വണ്ടി പാർക്ക് ചെയ്ത് എന്നിട്ടും കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവനെ പരിചയമില്ലാത്തവനാണെങ്കിലും അവൻ്റെ തോളിൽ കൈ തല പൊന്തിച്ച് ഉയരമുള്ളവനെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് വേർത്ത് കുളിച്ച് അവൻ്റെ അമ്പുമ്മയെ കാണാൻ പോയേക്കുന്ന ആൾക്കാരാണ് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പൂച്ചയ്ക്കും രാഹുലൻ ഈശ്വരനും ഒക്കെ വേണ്ടിയിട്ട് വർത്തമാനം പറയുന്നത്. എൻ്റെ പോസ്റ്റിൽ വളരെ കുറേ എണ്ണം അങ്ങനെ വന്നിട്ട് കുറച്ച് ചർച്ച പോയതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്. ഹണിയുടെ ചിത്രങ്ങൾക്ക് താഴെ അസഭ്യമായ കമൻറ്റുകളിടുന്ന മാന്യന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം കഴുതകൾക്ക് കാമം കരഞ്ഞ് മാത്രമേ തീർക്കാൻ കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കഴുതക്കാമമാണ് ഈ പൂച്ച കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ പോച്ച വട്ടത്തിൽ സിനിമകളും പോൺ വീഡിയോസും ഒക്കെ കണ്ട് സായുജ്യമടയുന്ന പുരുഷ കേസരികളാണ് സോഷ്യൽ മീഡിയയിലെ സദാചാരത്തിൻ്റെ മുഖ്യ കാവൽക്കാർ. വട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെയുള്ള സിനിമകളും നീലചിത്രങ്ങളും ഒക്കെ പോൺ വീഡിയോസും ഒക്കെ കണ്ട് മൊബൈലിൽ അതെല്ലാം കണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് പറയണമെന്നുള്ളത്. നമ്മളിത് കാണാത്തവരൊന്നുമില്ല, ഒന്നും വേണ്ട. സോളാർ നായികയുടേത് കേരളത്തിൽ കാണാത്ത പുരുഷന്മാർ അന്നത്തെ കാലത്ത് ഒരു 15 വയസ്സ് തൊട്ട് ഒരു 90 വയസ്സ് വരെയുള്ള അപ്പൂപ്പന്മാർ വരെ, സ്ത്രീകൾ ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും, ഞാൻ തന്നെ എൻ്റെ ഓഫീസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, പെൺകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട് ആ 7 വീഡിയോസും 7 ക്ലിപ്പിങ്സും. കാരണം ഒറ്റ ദിവസം കൊണ്ട് ലോകത്ത് തന്നെ ഇത്രയും കണ്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോസ് വേറെ ഇല്ല. എല്ലാവരും കണ്ടതാണ്. പക്ഷെ അത് കണ്ടപ്പോൾ നമുക്ക് ആകെ അറപ്പ തോന്നി കേട്ടോ.
ലൈംഗികത, സെക്സിനോട് പോലും നമുക്ക് വിരക്തി തോന്നിപ്പോകുന്ന മാതിരി അത്രയും ബോറായിട്ടുള്ള ഒരു വൃത്തികേട്, കഷ്ടം തോന്നിപ്പോയി. അതൊരു കലയല്ലേ? അതാലോചിച്ച് നോക്കൂ. കാമശാസ്ത്രത്തിൻ്റെ നാടല്ലേ ഇന്ത്യ. അവിടെയാണ് ഈ വൃത്തികേട് കോപ്പിലെ ഈ വീഡിയോ എടുത്തിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് പിന്നെ അനുഭവത്തോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടിട്ട് പിന്നെ എന്നിട്ട് അവൾ പാവമാകുമ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ അനാവശ്യം പറഞ്ഞത്. ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ശബ്ദം അങ്ങനെ ഉണ്ടായത്. ലൈംഗികത നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളും ചുവർ ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യത്താണ് നമ്മൾ ജനിച്ചതും ജീവിക്കുന്നതും. ഒരാൾ പോലും പ്രാർത്ഥിക്കാനല്ലാതെ അതൊക്കെ ആസ്വദിക്കാൻ അവിടെ പോയതായി എനിക്കറിയില്ല. യെസ്, ഉത്തരേന്ത്യയിലെ പല അമ്പലങ്ങളും നമുക്കറിയാം. ശിവൻ്റെയും പാർവതിയുടെയും ഒക്കെ പിന്നെ പലതരത്തിലുള്ള പൊസിഷൻസ്, ലൈംഗികതയുമായി കാമശാസ്ത്രത്തിലെ പിന്നെ എല്ലാ പൊസിഷൻസും പിന്നെ ആലേഖനം ചെയ്തിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അവിടെ പോണത് ഇത് കാണാനാ? അല്ല, അത് കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യാനും നല്ല ആൾക്കാർ പോണേ. ഭക്തിയുടെ പുറത്ത് തന്നെയാണ് പോണേ. ഒരു പെണ്ണിനെ ചാക്കിൽ കയറ്റി നിർത്തിയാലും ബുദ്ധിയും ബോധവും ഉള്ളവനറിയാം അവളുടെ ഉടലും അതിലെ അഴകളവുകളും. അയൽപക്കത്തെ വീട്ടിലെ ചേച്ചിയോട് ചേട്ടൻ ഗൾഫിൽ നിന്നും വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചുണ്ട് കടിച്ചു പിടിച്ച് ചോദിക്കുന്ന വേട്ടാവളിയൻ അവൻ്റെ സ്വന്തം പെങ്ങളുടെയോ മകളുടെയോ ആദ്യ രാത്രിയുടെ പിറ്റേന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ? ഇത് സ്ട്രോങ് ആയിട്ടാണ് സ്ത്രീ ചോദിക്കുന്നത്. ഇല്ല, ഇപ്പോൾ അതൊക്കെയാണ് വകതിരിവ്. അവിടെയും അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഇവിടെയും അതുതന്നെ മതി. സോഷ്യൽ മീഡിയയിൽ വരുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ പിന്നെന്തിനാണ് ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത്? സാരി കൊണ്ട് മറഞ്ഞു പോകുന്ന ബ്ലൗസിൻ്റെ കപ്പിൻ്റെ പോയിന്റ് തയ്ക്കുന്നവർക്ക് മനസ്സിലാവും. ബ്രാക്കറ്റിൽ അല്പമൊന്ന് മാറിയാൽ അലമ്പുണ്ടാക്കുന്ന, ഒട്ടിച്ചു വെച്ചതുപോലെ വേണം ചുരിദാറിൻ്റെ ടോപ്പ് എന്ന് വാശി പിടിക്കുന്ന, സാരി ഉടുക്കുമ്പോൾ ഭംഗി കൂട്ടാൻ പാടുവെച്ച് ബ്രായും പാൻറ്റീസും ഇടുന്ന പെണ്ണുങ്ങളാണ് ഹണിയുടെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറയുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിക്കാതെ വയ്യ. അതിനെ പാടുവെച്ച് ഇറക്കണവരുണ്ടേ, എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ആ സംഭവം ഇല്ല. എന്നിട്ട് അമ്മാരി പെണ്ണുങ്ങളാണ് ഇവിടെ വന്നിട്ട് സദാചാര പ്രസംഗം നടത്തുന്നത് ഇപ്പോൾ ഹണി റോസിനെതിരെ ആണുങ്ങളുടെ കൂടെ. ഹണി അതെന്ന് വെച്ചാൽ സ്വയം ഈ ഭയങ്കര ഈ സാവിത്രിമാരാകുകയാണ്. ചാരിത്ര ശുദ്ധിയുള്ളവരാണ് ഞങ്ങൾ, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയുള്ളവരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു മുമ്പേ പിന്നെ പൊട്ടിക്കുകയാണ്. ഇവരൊക്കെയാണ് ഇവളുമാരാണ് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കള്ളവടി എന്നൊക്കെ പറയുന്ന വാക്യം ഉപയോഗിക്കുന്നില്ല. അത് കാരണം വെച്ചാൽ മാന്യമായ ഭാഷയല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാന്യത കുറവാണ്. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ ഒരു വ്യക്തിക്കില്ല. അപ്പോൾ അതിൻ്റെ പീക്കിൽ നിൽക്കുക ഞാൻ. ഹണിയുടെ പിൻഭാഗത്തിൻ്റെ ഭംഗി വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞ ഉടനെയായിരുന്നു വനിതയുടെ ഈ കവർ ഷൂട്ട്. ഹണി വന്നത്, വനിത എന്ന് പറഞ്ഞാൽ മനോരമയുടെ വനിത പിന്നെ മാസിക. ഹണി വന്നത് ഒരു പാട്യാല പൈജാമയും ടോപ്പും ഇട്ടായിരുന്നു. അവർ ഷൂട്ട് കഴിഞ്ഞ് മടങ്ങിയപ്പോൾ ഞാൻ അച്ചുവിനോട് പറയുകയും ചെയ്തു, ആ കുട്ടിയുടെ പിൻഭാഗത്തിന് എന്തൊരു ഭംഗിയാണെന്ന്. ഒതുങ്ങിയ ഇടഭാഗവും രൂപഭംഗിയൊത്ത നിതംബവും ചേർന്ന് വശ്യഭംഗിയുള്ള ശരീരത്തിനുടമയാണ് ഹണി. ഇന്ന് എല്ലാവരും കരുതുന്നത് പോലെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്ത രൂപമല്ല. പലരും അങ്ങനെയാണ് പറയണേ, പുറകിലും പാടും മുമ്പിലും പാടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിന് ഏറ്റവും വലിയ രസം, ഏറ്റവും ഈ അഴകളവുകളുടെ കാര്യത്തിൽ ഏറ്റവും കൃത്യത ഉണ്ടായിരുന്ന ആളാണ് ശ്രീവിദ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ആകാരത്തിലെ ആകർഷണീയത കൂടിയ ഭാഗത്തെ കൂടുതൽ മിഴിവുറ്റതാക്കുകയും അവയുടെ മാറ്റുകൂട്ടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അശ്ലീലമാണുള്ളത്? നമ്മൾ സ്പെക്സ് മേടിക്കുമ്പോൾ പോലും നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് മേടിക്കാൻ നോക്കും. ഇതൊക്കെ പിന്നെ എനിക്ക് പിന്നെ പൈസ ഇല്ലാത്ത സമയത്ത് മേടിച്ച പഴയതായതുകൊണ്ടാണ്. ഇതാണെങ്കിലും അങ്ങനെ തന്നെ മേടിച്ചതാണ്. ഇതെല്ലാം പവറുള്ളതാണ്. അപ്പം നമ്മൾ പിന്നെ അത് മേടിക്കുമ്പോൾ പോലും നമ്മൾ എന്താ നോക്കുന്നത്? എന്താ നമ്മളുടെ പ്രസൻസ്, നമ്മൾ സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹം തന്നെയാണ്. അങ്ങനെ ഇല്ലാത്തവർ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു തുള്ളി ആസിഡ് വീണാൽ, ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് താടിയിൽ ഇടിച്ചിങ്ങനെ വീണ് കഴിഞ്ഞാൽ മുഖം കൂടിയിരിക്കും. എന്ത് സർജറി നടത്തിയിട്ടും കാര്യമൊന്നുമില്ല, ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ. ഇത്രയേ ഉള്ളൂ ആ കുഞ്ഞു ജീവിതം. ഒരു മണ്ണിടിച്ചിലിനും ഒരു മഴപ്പെയ്ത്തിനും ഇടയിലുള്ള കുഞ്ഞു ജീവിതത്തിലാണ് ഇമാതിരി തോന്നിയാസങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. മിഴിവിറ്റുള്ളതാക്കുകയും അവയുടെ മാറ്റുകൂട്ടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അശ്ലീലമാണുള്ളത്? ഒരു അഭിനേത്രി എന്ന നിലയിൽ അവർക്കത് ആവശ്യവുമാണ്. ഒന്നുകൂടി ഹണിയുടെ മുൻകാല സിനിമകൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാൽ ഇതുപോലുള്ള അശ്ലീല കമൻറ്റുകൾക്ക് കൂടി സഹിക്കണം എന്നുള്ള കമൻ്റ് ഇടുന്ന പെണ്ണുങ്ങളോടാണ് ഒന്നിങ്ങ് വന്നേ, നമുക്കെല്ലാവർക്കും കൂടി എവിടെയെങ്കിലും മാറിയിരുന്ന് പൊട്ടിക്കരയാം. അതായത് ഹണി റോസിനുള്ള സാധനമൊന്നും ഇവർക്കില്ല. ആ ഇല്ലാത്തതിൻ്റെ കുശുമ്പും കുന്നായ്മയും കൊണ്ട് കുറേ പെണ്ണുങ്ങളും ഈ രാഹുൽ ഈശ്വരനും ഈ പൂച്ചയ്ക്കും പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ സകലമാന പെണ്ണുങ്ങളോടാണ് പറഞ്ഞത് നമുക്കൊന്ന് മാറിയിരുന്ന് പൊട്ടിക്കരയാമെന്ന് ഈ സബീന സബരി എന്ന് പറയുന്ന ഇത്ത പറഞ്ഞിട്ടുള്ളത്. അവർക്ക്
പിന്നെ ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കി തന്നവരുടെ കുറിപ്പ്, അവർക്ക് എല്ലാവിധ അഭിവാദനങ്ങളും ഈ കുറിപ്പിന് നന്ദിയും രേഖപ്പെടുത്തുന്നു.